ഹായ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ദാ ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാറായി കേട്ടോ. മാമിക്കുട്ടി ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. രാത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ എഴുന്നേറ്റിരുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് ആള്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇവിടെ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കത്തിക്കാണ് നമ്മളിത് എങ്ങോട്ടേക്കാണ് ഈ എത്തിയിരിക്കുന്നതെന്ന്. അല്ലാത്ത നമ്മളുടെ വ്യൂവേഴ്സിനോട് ഞാൻ ഉടൻ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും നമ്മളിത് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ റിവീൽ ചെയ്യാൻ പോകാൻ കേട്ടോ നമ്മൾ എവിടെ വന്നിരിക്കുന്നതെന്ന്. നമ്മൾ മണാലിയിലേക്കാണ് ഗൈസ് വന്നിരിക്കുന്നത്. തണുപ്പുണ്ടോ മാമി? തണുപ്പുണ്ടോ? അപ്പൊ ഗൈസ് നമ്മളിതാ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ 3 days സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 11 o'clock ആണ് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് തൽക്കാലം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അവർ റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? അത് സോപ്പാടാ. ഫാമിങ് വന്നേ ഓക്കെ. അതെന്ത് കാണിച്ചു? നമ്മളുടെ റൂം എന്തായാലും റെഡി ആയിട്ട് വരാൻ ഏകദേശം ഒരു 1 hour എടുക്കും കേട്ടോ. അപ്പോൾ അതുവരെ വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടുന്ന് തന്നെ ഒരു സ്കൂട്ടർ റെന്റിനെടുത്ത് ഇതാ ഒരു ചെറിയ കറക്കത്തിന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് മണാലിയിൽ തന്നെയുള്ള ഒരു ചെറിയ ലോക്കൽ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. മാമിക്കുട്ടിക്ക് നല്ല ചൂട് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനും ഏട്ടനും ആലു പൊറോട്ടയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിതാ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. നമുക്ക് സ്കൂട്ടർ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് പകരം ഒരു ബുള്ളറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബുള്ളറ്റ് എടുത്തിട്ട് നമ്മളിതാ വീണ്ടും കറക്കം സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് സോളങ് വാലിയിലാണ് കേട്ടോ. മണാലി ടൗണിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. സ്നോ വ്യൂവിനും അതുപോലെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും വളരെ ഫേമസ് ആണ് കേട്ടോ ഈ സ്ഥലം. വിന്റർ സീസണിൽ ഇവിടെ മുഴുവൻ സ്നോവിലും മൂടപ്പെട്ടിരിക്കുന്ന മൗണ്ടൻസ് കാണാൻ പറ്റും. അതുപോലെ സമ്മറിൽ ഗ്രീനറിയും ഫ്രഷ് ക്ലൈമറ്റും ആയിരിക്കും ഇവിടെ. പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് പോലുള്ള ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. മണാലിയിൽ വന്നാൽ ഡെഫിനറ്റ്ലി മിസ് ചെയ്യരുതാത്ത ഒരു പ്ലേസ് ആണ് സോളങ് വാലി. അടുത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന അടൽ ടണലിലേക്കാണ് കേട്ടോ. ഇന്ന് ശരിക്കും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതേ അല്ല. കാരണം നമ്മൾ സോളങ് വാലിയിൽ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ആകും തോറും തണുപ്പിങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ എന്തായാലും ഒന്ന് വന്ന് നോക്കാം എന്ന് കരുതി വന്നതാണ് കേട്ടോ. ഈ ടണലിൽ കൂടി അങ്ങോട്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തണുപ്പ് വല്ലാണ്ട് അങ്ങോട്ട് കൂടും. വാമിക്കുട്ടിക്ക് അത് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അപ്പം തന്നെ തിരിച്ചിറങ്ങാം എന്നൊരു പ്ലാനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് നാളെ മോർണിംഗ് വീണ്ടും വരാം. അപ്പോൾ ഒരു ഉച്ചയോട് കൂടിയൊക്കെ തിരിച്ചങ്ങ് പോയാൽ തണുപ്പിൻ്റെ വലിയൊരു ഇഷ്യൂ ഒന്നും അങ്ങനെ കാണില്ല. നമ്മൾ വന്ന സമയം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിരുന്നില്ല കേട്ടോ. എന്തോ സെക്യൂരിറ്റി റീസണിന്റെ പേരിൽ ടണൽ ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കയറാൻ പറ്റി. ഹിമാലയൻ മലനിരകളിലൂടെ കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലുകൾ ഒന്നാണ് കേട്ടോ ഇത്. മണാലിയെയും ലാഹുൽ സ്പിത്തി റീജിയനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ടണൽ കടുത്ത മഞ്ഞ് വീഴ്ചയിലും വർഷം മുഴുവൻ യാത്ര പോസിബിൾ ആക്കുന്നുണ്ട്. ഏകദേശം 9 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ടണലിന്റെ നീളം എന്ന് പറയുന്നത്. മലകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് യാത്ര ചെയ്യുന്നത് ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. സമയപരിമിതി കാരണം ഞാൻ തൽക്കാലം ഈ വ്ളോഗ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ.